ദില്ലി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ പൊടിക്കാറ്റ്. കാറ്റിനെ തുടർന്ന് ദൃശ്യപരിധി ഗണ്യമായി കുറഞ്ഞു. വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. YS അഭിനന്ദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഈ ചൂടിന് പുറമെയാണ് പൊടിക്കാറ്റ്. എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ദില്ലി നിവാസികൾ? റോഷ്നി, വലിയ രീതിയിലുള്ള ഒരു പൊടിക്കാറ്റ് തന്നെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ജോലി കഴിഞ്ഞ് നമ്മളടക്കം തിരിച്ച് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ പൊടിയൊക്കെ ശരീരത്തേക്ക് അടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ദൃശ്യപരിധി കുറഞ്ഞിട്ടുണ്ട്. വായു മലിനീകരണത്തിന്റെ സമയത്ത് തന്നെ ദൃശ്യപരിധി കുറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദൃശ്യങ്ങളിൽ. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ അവസ്ഥ. ഈ കനത്ത ചൂടിനിടയ്ക്ക് പൊടിക്കാറ്റ് കൂടി ആയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ദില്ലി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൊടിക്കാറ്റ് തുടരുകയാണ്. ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് സമാനമായ രീതിയിലുള്ള ഒരു കാറ്റാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്തായാലും ആ രീതിയിലുള്ള പ്രതികരണങ്ങളായിട്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വരികയും ചെയ്യുന്നുണ്ട്. കനത്ത മഴ നാളെയും മറ്റന്നാളും ദില്ലിയിലും ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. എന്തായാലും ചൂടിന് ആശ്വാസമായി വേനൽ മഴ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മഴ അങ്ങോട്ടൊന്ന് തോർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കടുത്ത ചൂടിലേക്ക് പോകുമെന്നതൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെയും മറ്റന്നാളും കനത്ത മഴ അത് പല ഭാഗങ്ങളിലും പെയ്യുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.